ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മോർണിംഗ് ബ്രീഫ്. ഇന്നലെ മോർണിംഗ് ബ്രീഫിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ നല്ലൊരു റിക്കവറി റാലി നമുക്ക് കിട്ടി. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് എല്ലാം തന്നെ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സിലാണ് നിൽക്കുന്നത്. അതിലെടുത്ത് പറയേണ്ടത് ജപ്പാൻ്റെ നിക്കി ഇന്ന് ഏകദേശം 3%, 2.5%-അടുത്ത് പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജക്കാർത്ത ഇൻഡേസസും എല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ്. ട്രേഡ് ഡീലുകൾ കൺഫർമേഷൻ വന്ന ഇൻഡേസസുകളെല്ലാം പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ചൈനയുടെ ട്രേഡ് ഡീൽ കൺഫർമേഷൻ ആവാത്ത സ്ഥിതിക്ക് അടുത്തൊരു 90 ദിവസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് US. അപ്പോൾ അത് ചൈനീസ് മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. പക്ഷേ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഫ്ലാറ്റ് മോഡിൽ തന്നെയാണ് ചൈനീസ് ഇൻഡേസസുകൾ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഒരു 50 പോയിൻറ്റിൻ്റെ പോസിറ്റീവ് മൊമെൻറ്റമാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഹാർഡിൽസ് ഇനി പാസ് ചെയ്യേണ്ടതുണ്ട്. നല്ലൊരു റിക്കവറി ഇന്നലെ കിട്ടിയെങ്കിലും അത് മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽസ് എല്ലാം നമുക്ക് ഇനിയും നിൽക്കുന്നുണ്ട്. 24,660 എന്ന ലെവലുകളും 24,720 എല്ലാം തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽസാണ്. അതിൻ്റെ മുകളിലേക്കൊരു അപ് ട്രെൻഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിലൊരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഈ റേഞ്ചിൽ എവിടെ നിന്നെങ്കിലും ഒക്കെ ഒരു കറക്ഷന് സാധ്യതയും കാണുന്നുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട 2 ഡാറ്റകൾ ഇന്ത്യയിൽ നിന്നും വരാനുണ്ട്, അതോടൊപ്പം തന്നെ US നിന്നും വരാനുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ CP ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നു. US-ലെയും ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ന് പുറത്തു വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ ഫെഡ് റേറ്റിൻ്റെ ഡിസിഷൻസിനെ കുറിച്ചിട്ടും എല്ലാം ഒരു സൂചന ഗ്ലോബൽ എക്കണോമിയിൽ തന്നെ നൽകും. അപ്പോൾ അത് ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഇന്ത്യൻ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ CP ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അത് മാർക്കറ്റിന് ഒരു മൊമെൻറ്റം നൽകുന്ന ഒരു ഡാറ്റയായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ട്രേഡുകൾ എടുക്കുക. ഏവർക്കും ഒരു ശുഭ ട്രേഡിംഗ് ദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.